ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് അല്ലെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരുന്നവർക്കൊക്കെ ഒരു വളരെ വലിയ സന്തോഷ വാർത്തയുണ്ട്. സ്കൂൾ വൈസ് വേക്കൻസിയും ഡിസ്ട്രിക്ട് വൈഡ് വേക്കൻസിയും സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് ഓരോ സ്കൂളിലെയും വേക്കൻസി അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേക്കൻസി പരിശോധിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരും നിങ്ങളെ. അപ്പൊ ചില സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് 60 സീറ്റ് ഒക്കെ അവശേഷിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് സയൻസ് സീറ്റ് ആവശ്യമുള്ള കുട്ടികളുണ്ടോ, അവർക്ക് ആ സ്കൂൾ സയൻസ് സീറ്റ് എവിടെയാണ് ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ട്രാൻസ്ഫറിന് ഓരോ ജില്ലയിലുമുള്ള വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് പറയാം അല്ലെ. ട്രിവാൻഡ്രം ജില്ലയിലേക്ക് പോകുന്ന 2306 വേക്കൻസി ആണെങ്കിൽ കൊല്ലത്ത് 2760. പത്തനംതിട്ട ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് പത്തനംതിട്ടയിലാണോ? പത്തനംതിട്ട 2753 അപ്ലിക്കന്റ് കുറവാണ്, അത് ഓർമ്മിക്കാം. 2506, കോട്ടയം 1786, ഇടുക്കിയിൽ 1054. എറണാകുളത്തേക്ക് പോകുന്ന 2831. ഒരു പക്ഷെ പത്തനംതിട്ടയേക്കാൾ കൂടുതൽ ആരുണ്ട് എറണാകുളത്ത്? 2831 സീറ്റ്. പത്തനംതിട്ടയിലേക്കാളും ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും എറണാകുളം. കമ്പാരിറ്റീവ്ലി തീർച്ചയായിട്ടും എറണാകുളത്ത്. തൃശ്ശൂർ 2208. പാലക്കാട് സീറ്റുകൾ കുറവാണ്, 1737. വിവാദത്തിലൂടെ പോകുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. സീറ്റ് വളരെ കുറവ് എന്ന് പറയുന്നുണ്ട്. എത്ര പേർക്കാണ് കിട്ടാൻ പോകുന്നത്? കോഴിക്കോട് 1099 സീറ്റുകളാണ്. മലപ്പുറം 8456 സീറ്റാണ് മലപ്പുറത്ത്. കാരണം 10,000 കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം അത്രയും പേർക്കുള്ള സീറ്റ് മലപ്പുറത്ത് അവൈലബിൾ ആണ്. അതെ, ഏറ്റവും കൂടുതൽ അന്ന് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ജില്ലയായിരുന്നു മലപ്പുറം. പക്ഷേ ഒരുപാട് സ്കൂളുകളൊക്കെ പുതുതായിട്ട് ബാച്ചുകൾ വന്നു. അതോടുകൂടിയാണ് സീറ്റിന്റെ വയനാട് 583, കണ്ണൂർ 1420, കാസർഗോഡ് 2082 സീറ്റുകളാണ്. ടോട്ടലി 32,985 സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട് അല്ലെ. ഓരോ ജില്ലയിലെയും സീറ്റുകൾ നമുക്ക് കിട്ടി. ഇനി സയൻസിലും ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും ഒക്കെ ആയിട്ട് ഓരോ സ്കൂളിലും ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലും എത്ര വേക്കൻസിയാണ് അവൈലബിൾ എന്ന് നോക്കാം. നിങ്ങൾക്ക് വേക്കൻസി അറിഞ്ഞ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ സ്കൂൾ കിട്ടുള്ളൂ. റെഡി അല്ലേ? വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ കൂടി ഇന്ന സ്കൂളിൽ വെക്കണം അല്ലെ. ട്രാൻസ്ഫർ ഞങ്ങൾ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കൂൾ വേക്കൻസി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഗൂഗിളിൽ പോവാ. അഞ്ജിത മിസ് കാണിച്ചു തരാണ് എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സ്കൂൾ വൈസ് വേക്കൻസി എങ്ങനെ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് അഞ്ജിത മിസ് പറഞ്ഞു തരും. തന്നെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ HSCAP ഗേറ്റ് എന്നുള്ള ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യട്ടെ ഞാൻ. യെസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടും. ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഡിസ്ട്രിക്ട് വൈഡ് വേക്കൻസി ഫോർ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ജില്ലയിലുമുള്ള സീറ്റുകളാണ്. ഇപ്പുറത്ത് സ്കൂൾ വൈസ് വേക്കൻസി അല്ലേ, ഇവിടെ കാണിച്ചു. സ്കൂൾ വൈസ് വേക്കൻസി കാണിച്ചു. സ്കൂൾ വൈസ് വേക്കൻസി വരുന്നുണ്ട്. ഓരോ സ്കൂളിലെയും വേക്കൻസി വരുന്നുണ്ട്. സ്കൂൾ വൈസ് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് ടച്ച് ചെയ്യാം. ഏത് ഡിസ്ട്രിക്റ്റ് ആണോ വേണ്ടത് ആ ഡിസ്ട്രിക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് മലപ്പുറം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ടച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ മലപ്പുറം എടുത്തു. മലപ്പുറത്തെ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മലപ്പുറത്തെ വേക്കൻസി ലിസ്റ്റ് നോക്കുക. ആദ്യത്തെ സ്കൂള് ഗവൺമെന്റ് HSS ഡൗൺ ഹിൽ മലപ്പുറം. HSS അല്ല, GHSS ആണ്. ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗേൾസ് സ്കൂൾ ആണ്. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, സയൻസില് വെറും 3 സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് മലപ്പുറം ഗേൾസ് ഹൈസ്കൂൾ ഡൗൺ ഹിൽ അപേക്ഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മലപ്പുറത്ത് സയൻസിന് 3 സീറ്റ് മാത്രമേ വേക്കന്റ് ആയിട്ടുള്ളൂ. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കന്റ് ആയിട്ടുള്ളതും കൂടുതൽ സ്കൂളുകൾ ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളതും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനുമാണ്. അപ്പോ അതേ സ്കൂളിന്റെ കോഡ് നിങ്ങൾ എഴുതി വെക്കുക. കോഡ് മാറിപ്പോരുത്. കോഡ് എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കോഡ് എഴുതി വെക്കാൻ. 11001. യെസ്, അടുത്തത് അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിന് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 61 സീറ്റുകൾ. എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് ഒരു ബാച്ച് കൂടി അനുവദിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. 61 സീറ്റ് എന്ന് പറഞ്ഞാൽ 61 സീറ്റ് വേക്കന്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബാച്ച് കൂടി അനുവദിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഗേൾസ് സ്കൂൾ തന്നെയാണ് ആ സ്കൂള്. സോ ഗേൾസിനായിരിക്കും അവിടേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അടുത്തത് മിക്സ്ഡ് സ്കൂളാണ്. ഗവൺമെന്റ് HSS പാണ്ടിക്കാട് മലപ്പുറം. യെസ്, അവിടെ സയൻസിന് 2 സീറ്റാണ് അവശേഷിക്കുന്നത്. പാണ്ടിക്കാട് സ്കൂളിലേക്ക്, മലപ്പുറം പാണ്ടിക്കാട് സ്കൂളിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ബയോമാത്സ്
മാത്സിന് 2 വേക്കൻസി ഉണ്ട്, 2 വേക്കൻസി. അതേപോലെ അതേ സ്കൂളിൽ തന്നെ സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 1 വേക്കൻസിയും, അതേ സ്കൂളിൽ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കൊമേഴ്സ് ആണ്, കൊമേഴ്സിന് 60 സീറ്റ് വേക്കൻസിയുമാണ്. ജനറലി കുട്ടികൾ ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനൊക്കെ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. സീറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ ജേർണലിസത്തിന്. കൊമേഴ്സ് സീറ്റുകൾ ഒരു പുതിയ ബാച്ച് അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 60 സീറ്റുകൾ വേക്കന്റ് ആണ്. അടുത്ത ഗവൺമെന്റ് MHSS പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്ട് തന്നെയാണ്. ബയോ സയൻസിന് 1 സീറ്റ് മാത്രം വേക്കന്റ് ആയിട്ടുള്ളത്. ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്കാണ് എന്താ ഹ്യൂമാനിറ്റീസിന് ഏത് സ്കൂളാണ്? ഗവൺമെന്റ് MHSS പെരിന്തൽമണ്ണയിൽ 60 സീറ്റ് ഉണ്ട്. അതേപോലെ അതേ സ്കൂളിൽ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും 60 സീറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാച്ചുകളാണ് മലപ്പുറത്ത് അധികമായിട്ടും അനുവദിച്ചിട്ടുള്ളത്. പിന്നെ ദേവദർ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് മലപ്പുറം ദേവദർ സ്കൂൾ എനിക്ക് തോന്നുന്നത് തിരൂരാണെന്നാ തോന്നുന്നത്. 1 സീറ്റ് മാത്രമേ സയൻസിന് വേക്കന്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ജില്ല നോക്കാം അല്ലെ? ഇത് മലപ്പുറം ജില്ലയുടെ കേസാണ്. മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് അപേക്ഷിക്കാം. ഇനി നമുക്ക് വേറെ ഏത് ജില്ല എടുക്കണം? കോഴിക്കോട് നമ്മുടെ ജില്ല. അഞ്ജിത മിസ്സിന്റെ കൂടുതലാണ്, അപ്പൊ അവർക്ക് ചിലപ്പോൾ അത് വേക്കൻസി കൂടുതലാണ്. അഞ്ജിത മിസ്സിന്റെ നാടാണ്. ആ ജില്ല തന്നെ നമുക്ക് എടുക്കാം. ഓരോ ഗവൺമെന്റ് BHSS അടൂർ പത്തനംതിട്ടയാണ്. മിക്സ്ഡ് സ്കൂളാണ്. അവിടെ ഹിസ്റ്ററിക്ക് 21 വേക്കൻസിയാണ്. ചാകരയാണ്. ശ്രദ്ധിക്കുക, 21 വേക്കൻസി ഉണ്ട്. 21 വേക്കൻസി മക്കൾ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. 21 വേക്കൻസി. ചിറ്റാർ വടശ്ശേരിക്കര ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ സയൻസിന് 1 സീറ്റാണ് അവശേഷിക്കുന്നത്. ബയോ സയൻസിന് 1 സീറ്റും കമ്പ്യൂട്ടർ സയൻസിന് 17 സീറ്റുമാണ് ആ സ്കൂൾ. 26 സീറ്റ് ഉള്ളത് അടൂർ തന്നെയാണ് അല്ലേ? 26 സീറ്റ് ബിസിനസ് സ്റ്റഡീസ് സ്കൂളാണ്. അല്ലല്ല, മിക്സ്ഡ് സ്കൂളാണ്. ഈ 33 സീറ്റ് ഹിസ്റ്ററിക്കാണ്, അതായത് ഹ്യൂമാനിറ്റീസിനാണ്. ഗവൺമെന്റ് HSS എഴുമറ്റൂർ പത്തനംതിട്ടയാണ്. 33 സീറ്റ് ഹിസ്റ്ററിക്ക് അവശേഷിക്കുന്നുണ്ട് അല്ലെ? പിന്നെ വരുന്ന സീറ്റ് കൂടുതൽ വരുന്നത് 29 സീറ്റ് വരുന്നത് ഗവൺമെന്റ് കോയിപ്പുരമാണോ? കോയിപ്പുറം. അപ്പൊ നോക്കുക, ഇങ്ങനെ ഓരോ സ്കൂളിലെയും ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലെയും വേക്കൻസികൾ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും ട്രാൻസ്ഫറിന് വേണ്ടി. ഇപ്പൊ ജില്ലാ വേക്കൻസിയാണ് അല്ലെ, ജില്ലാ ട്രാൻസ്ഫർ ആണ്. അതായത് സ്കൂൾ മാറ്റം, നിങ്ങൾ ഏത് ജില്ലയിലാണോ ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ലയ്ക്കുള്ളിലുള്ള സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കുമാണ് ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ എടുക്കാം. അത് കോമ്പിനേഷൻ സെയിം ആവാം, ഡിഫറെന്റ് ആവും അല്ലേ? അതേപോലെ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ മറ്റ് അലോട്ട്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കാത്ത സ്കൂളുകളിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടിയ കുട്ടികൾക്കും അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, അൺഎയ്ഡഡ് സ്കൂളൊക്കെ എൻ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫറിന് പോസിബിലിറ്റി ഇല്ല എന്ന് ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം അഞ്ജിത മിസ്സേ, ട്രാൻസ്ഫറിന് കൊടുത്താൽ ട്രാൻസ്ഫർ കിട്ടിയാൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കൂൾ മാറേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിലവിൽ പഠിക്കുന്ന സീറ്റും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും കോമ്പിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതാ ഇവിടെ തന്നെ നോക്കുക, ഇത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഇത് ബയോമാക്സ് ആണ്. അപ്പോൾ ഓരോ വേക്കൻസി മാറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക അല്ലെ? നിങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് അല്ലെങ്കിൽ സ്കൂൾ വൈസ് വേക്കൻസി നോക്കുന്ന സമയത്ത് വ്യക്തതയോടുകൂടി നോക്കണം ഏത് സ്കൂൾ ഏത് കോമ്പിനേഷൻ ആണ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. കോമ്പിനേഷൻ മാറ്റം ഇപ്പൊ പോസിബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്നിടത്ത് കൊമേഴ്സിലാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് മാറാവുന്നതാണ്. വേറൊരു സ്കൂളിൽ സയൻസിൽ നിന്ന് സയൻസിലേക്കോ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ ഒക്കെ മാറാവുന്നതാണ്. അതേപോലെ സെക്കൻഡ് സപ്ലിമെന്ററിയുടെ ഡേറ്റും വന്നിട്ടുണ്ട്. സെക്കൻഡ് സപ്ലിമെന്ററി ഡേറ്റ് എന്നായിരുന്നു? ജൂലൈ 22 ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസി പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതുവരെ എവിടെയും ലഭിക്കാത്ത കുട്ടികൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററി, അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് സപ്ലിമെന്ററി. ഇതുവരെ ഒരു അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്കും സെക്കൻഡ് സപ്ലിമെന്ററിയിലേക്ക്, അതായത് ഗവൺമെന്റ് പരിഗണിക്കുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ സീറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഓൾറെഡി ജോയിൻ ചെയ്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും സീറ്റുകൾ അവിടെ ഇത്രയും സീറ്റ് എങ്ങനെയാലും വേക്കന്റ് ആയിട്ട് കിടക്കും. ഇത്രയും സീറ്റ് അങ്ങനെ ഇത്ര തന്നെ വേക്കന്റ് ആയിട്ട് കിടക്കും. പക്ഷേ സെയിം സ്കൂളിലായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സീറ്റ് നഷ്ടപ്പെടുന്നില്ല. ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടി മാറുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു സീറ്റ് വേക്കന്റ് ആയിട്ട് വരും. അപ്പൊ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട. സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലേ ഞങ്ങൾ. എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുട്ടികൾ ട്രാൻസ്ഫർ വേണം എന്ന് വരും എന്നുള്ള വളരെ വലിയ ടെൻഷനിലായിരുന്നു. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇഷ്ടംപോലെ കമന്റ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ടോട്ടൽ വേക്കൻസി കണ്ടില്ല? അത്രയും സീറ്റ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അഡ്മിഷൻ കിട്ടാത്ത മക്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട.
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സീറ്റ് ഉണ്ട്. പിന്നെ ക്ലാസ് നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയും വേണ്ട, ഏഗൺ ഉണ്ട് നിങ്ങളുടെ കൂടെ. ഏഗന്റെ ചാനലുകളൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അത് മാത്രല്ല, നമ്മൾക്ക് നാളെ വൈകുന്നേരം 7 മണിക്ക് ഒരു സ്പെഷ്യൽ ലൈവ് ആയിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് എല്ലാം വലിയ വലിയ കോൺസെപ്റ്റുകളാണ് അതിലുള്ളത് കേട്ടോ. ലിമിറ്റിംഗ് റിയേജന്റ്, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ, എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ കോൺസെപ്റ്റ് ആണെങ്കിലും ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മണിക്കൂറിനുള്ളിൽ ഇത് 3 അവർക്ക് തീർത്ത് സെറ്റ് ആയിട്ട് സയൻസ് എടുത്ത കുട്ടികളൊക്കെ മാക്സിമം ലൈവ് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇനി വീണ്ടും റെഡി. അപ്പൊ കൃത്യം നാളെ 7 മണിക്ക്, അത് മറന്നുകൊണ്ട. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അപ്ലൈ ചെയ്യാനും മറന്നു പോകണ്ട. അതെ, ഓക്കെ, ബൈ.